കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് പിന്നുകൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ AD0 to AD7 ഇത് നോക്കിക്കഴിഞ്ഞു, A15 to A8 ഇത് നോക്കിക്കഴിഞ്ഞു, ഇവിടത്തെ ഇരിക്കുന്ന ഈ 6 നമ്മൾ നോക്കിക്കഴിഞ്ഞു. അങ്ങനെ അപ്പം നമുക്ക് 3 ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി 4ാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 4ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. നമ്മൾ ഏതൊരു IC ചിപ്പ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പവർ സപ്ലൈ കൊടുക്കണം, ഒരു ഫ്രീക്വൻസി സിഗ്നൽസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിന്നുകൾ വേണ്ടേ? ആ പിന്നുകളുടെ കുറിച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ 4th ഗ്രൂപ്പിൽ പഠിക്കാൻ പോകുന്നത്. പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും അല്ലെ? ഒരു സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 8085 ആ IC ചിപ്പ് വർക്ക് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എത്രയാണെന്ന് പറഞ്ഞാൽ 5 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 5 വോൾട്ട് DC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഒരു പ്ലസ് ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും. അപ്പോൾ ആ പ്ലസ് എന്ന് പറഞ്ഞ പിന്നെ VCC എന്ന് പറഞ്ഞ പിന്നിലോട്ട് കൊടുക്കണം. VSS എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് ആണ്, അതായത് നെഗറ്റീവ് പിന്നാണ്. അങ്ങനെ ഇവിടെ തന്നെ 2 പിന്നുകൾ നമ്മൾ പഠിച്ചു. VCC എന്ന് പറഞ്ഞത് +5 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്ന പോസിറ്റീവ് പിന്നും, VSS എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് കൊടുക്കുന്ന നെഗറ്റീവ് പിന്നുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത 2 പിൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X1 X2 എന്ന് പറഞ്ഞത് നമ്മുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നതാണ് പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. അപ്പോൾ പവർ സപ്ലൈ നമ്മൾ ഈ 2 പിന്നുകളിൽ കൂടി പഠിച്ചു. ഇനി ക്ലോക്ക് ഫ്രീക്വൻസി പഠിക്കേണ്ടേ? ഒരു എന്താണ് 8085 ഈ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ വാങ്ങിച്ചിട്ട് അത് പ്രോസസിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓസിലേറ്റർ ഫ്രീക്വൻസി സിഗ്നൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ അല്ലെ? പവർ സപ്ലൈ മാത്രം കൊടുത്താൽ പോരാ, സം ഫ്രീക്വൻസി സിഗ്നൽസും കൂടി കൊടുക്കണം. അങ്ങനെ ഫ്രീക്വൻസി സിഗ്നൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് വേണം അല്ലെ? അപ്പോൾ ആ ഓസിലേറ്റർ സർക്യൂട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ പുറത്ത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ആ ക്രിസ്റ്റൽ ഓസിലേറ്ററിന് 8085 കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് X1 X2 എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അതിനെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ RC ആൻഡ് LC നെറ്റ്വർക്ക്. അത് നിങ്ങൾ ഓസിലേറ്റർ സർക്യൂട്ട് ഇലക്ട്രോണിക്സിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? റെസിസ്റ്റൻസും ഇങ്ങനെ കപ്പാസിറ്റൻസും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് RC സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടും, പിന്നെ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും യൂസ് ചെയ്തിട്ടുണ്ട് ഉള്ള ഫീഡ്ബാക്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ LC നെറ്റ്വർക്ക് എന്നും കൂടി ഇലക്ട്രോണിക്സിനകത്ത് ഓസിലേറ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. അപ്പോൾ X1 X2 എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീക്വൻസി സിഗ്നൽ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ അത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ RC LC നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് സർക്യൂട്ട് ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഈ X1 X2 കൂടിയാണ് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്താണ് ഫ്രീക്വൻസി സിഗ്നൽസ് വന്നിട്ട് 8085 പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ പ്രോസസർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദീസ് ആർ ടെർമിനൽസ് ടു ബി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ. പുറത്താണ് കേട്ടോ ആ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉള്ളത്. വിച്ച് ഡ്രൈവ്സ് ആൻ ഇന്റർണൽ സർക്യൂട്ട് ഓഫ് മൈക്രോപ്രോസസർ produce suitable clock for operation. ക്ലോക്ക് സിഗ്നൽസ്, അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം കൂടിയല്ലേ, ആ ക്ലോക്ക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി കണക്റ്റഡ് ചെയ്തിരിക്കുന്ന പിന്നുകളാണ് X1 X2 എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ഓസിലേറ്റർ പിന്നുകൾ. ഓക്കെ, അടുത്തത് പിന്നെ ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ പിന്നെ ക്ലോക്ക് ഔട്ട്പുട്ട് പറഞ്ഞ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8085 വന്നിട്ട് പ്രോസസിംഗ് ചെയ്യുമ്പോഴേക്കും ഒരേ ക്ലോക്ക് സിഗ്നൽസ് വന്നിട്ട് പ്രൊഡ്യൂസ്ഡ് ആകും. അത് വന്നിട്ട് നമ്മൾ പുറത്തിരിക്കുന്ന വേറെ ഡിവൈസസ്ക്ക് ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഔട്ട് ആയിട്ട് എടുക്കണ്ടേ? അത് നമ്മൾ ടൈമല്ലേ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ക്ലോക്ക് ഔട്ട്പുട്ട് എന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിസ്റ്റം ക്ലോക്ക് ഫോർ അതർ ഡിവൈസസ്. ഓക്കെ, പുറത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഡിവൈസസ് ക്ലോക്ക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഒരു പിന്ന്. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നലിനകത്ത് ഏതൊക്കെ പിന്നാണ് നമ്മൾ പഠിക്കുന്നത്? VCC ആൻഡ് VSS. VCC എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ 8085 മൈക്രോ പ്രോസസർ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 വോൾട്ട് DC സപ്ലൈ കൊടുക്കണം. അപ്പോൾ DC സപ്ലൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് വരും. അല്ലെങ്കിൽ പോസിറ്റീവ് കണക്ഷൻ ചെയ്യേണ്ടത് VCCയിലോട്ടും നെഗറ്റീവ് വന്നിട്ട് കണക്ഷൻ ചെയ്യുന്നത് VSS ഒന്നുമാണ്. പിന്നെ ഇതുപോലും ഒരു ചോദ്യമാണ്, എത്ര പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും 5 വോൾട്ട് DC ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. DC അല്ല ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, അടുത്തത് 8085 വർക്ക് ആവാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി എന്താണ്? ഓസിലേറ്റർ സിഗ്നൽസ് വന്നിട്ട് കൊടുക്കണം, ഫ്രീക്വൻസി സിഗ്നൽ വന്നിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് X1 X2 എന്ന് പറഞ്ഞ പിന്നുകൾ. ഈ X1 X2 എന്ന് പറഞ്ഞത് എക്സ്റ്റേണലി ഉള്ള ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ RC LC നെറ്റ്വർക്ക് സർക്യൂട്ടുകളായിരിക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർണൽ ഓപ്പറേഷൻസ് വേണ്ടിയിട്ട്, അതായത് മൈക്രോ പ്രോസസർ ഇന്റർണലിൽ ഉള്ള സർക്യൂട്ട് ഓപ്പറേഷൻക്ക് വേണ്ടിയ എന്താണ് ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് X1 X2 എന്ന് പറഞ്ഞത്. ഇത് പുറത്ത് എക്സ്റ്റേണലി എന്താണ്? ഒരു ഓസിലേറ്ററോടെയാണ് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. അടുത്തത് ക്ലോക്ക് ഔട്ട്. ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ പിന്നാണ്. ഇതിന്റെ ഫുൾ ഫോം ക്ലോക്ക് ഔട്ട്പുട്ട് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ പ്രൊഡ്യൂസ്ഡ് ആകുന്ന ക്ലോക്ക് സിഗ്നൽസ് നമ്മൾ വേറെ ഒരു ഡിവൈസസ്ക്ക് എന്താണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പിന്നാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ പിന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയഗ്രാമിൽ നോക്കാം. പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. ഓക്കെ, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് X1 X2 ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് ഒരു ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്ററോടെ കണക്ഷൻ ആയിരിക്കും. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ കപ്പാസിറ്റർ പോലെയൊക്കെ ആയിട്ടായിരിക്കും വരച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത് X1 X2. അടുത്തത് എന്താണ്? VCCയും VSSഉം. ഇവിടെ VCC ഉണ്ട്, VSS ഇവിടെ ഉണ്ട്. +5 വോൾട്ടും ഗ്രൗണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനിയുള്ളത് ക്ലോക്ക് ഔട്ട് പിന്നെ ആരോ കണ്ട പുറത്തോട്ടാണ് ഇരിക്കുന്നത്. ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ പിൻ. അങ്ങനെ ഇവിടെ 1 2 3 4 5 പിന്നുകൾ നമ്മൾ ഇവിടെ കഴിഞ്ഞു. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ X1 X2 ഇതാണ് X1 X2 എന്ന് പറഞ്ഞ പിന്ന്. ഇത് VCC, ഇത് VSS, അടുത്തത് ക്ലോക്ക് ഔട്ട്. അങ്ങനെ ഇപ്പം 5 പിൻ. 4ാമത്തെ ഗ്രൂപ്പും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഇനിഷ്യേറ്റഡ് ആൻഡ് ഇന്ററപ്റ്റ് പിന്നുകളാണ് പഠിക്കാൻ പോകുന്നത്. 5ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ.